അപ്പോൾ നമ്മുടെ രാജീവ് ചന്ദ്രജി ഇന്നൊരു എന്താ പറയുക, ഈ പ്രസ് മീറ്റ് അല്ല, ഒരു പബ്ലിക് റിവ്യൂവിൽ പുള്ളി പറയുകയുണ്ടായി, എന്തിനാണ് നമ്മുടെ മരുമോനെ വിളിക്കുന്നത്, അല്ലേ? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. എന്തിനാണ് മരുമോനെ വിളിക്കുന്നത്? സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ തലപ്പത്തിരിക്കുന്നത് മുഖ്യമന്ത്രിയാണല്ലോ. അപ്പോൾ മുഖ്യമന്ത്രിയെ ക്ഷണിച്ചാൽ പോരെ, എന്തിനാണ് കുടുംബത്തിലുള്ള എല്ലാവരെയും വിളിക്കുന്നത് എന്നാണ് നമ്മുടെ രാജീവ് ചന്ദ്രജി പറഞ്ഞിരിക്കുന്നത്. അതിനെക്കുറിച്ച് എന്താണ് ഞാൻ പറയുന്നത്? നമ്മുടെ രാജീവ് ജി പറഞ്ഞ കാര്യം വളരെ തെറ്റായ ഒരു കാര്യം. മരുമോൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള സ്റ്റേറ്റില് പൊതുമരാമത്ത് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രിയാണ്. പുള്ളിയുടെ മേൽനോട്ടത്തിലാണ് ഈ ഹൈവേ പ്രോജക്റ്റും കാര്യങ്ങളും എല്ലാം നോക്കുന്നത്. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയായാലും സ്റ്റേറ്റ് ഗവൺമെന്റ് അതിൽ ഇൻവോൾവ്മെന്റ് ചെയ്തിട്ടാണ് ആ പദ്ധതികൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ അതില് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയെ, പൊതുമരാമത്ത് മന്ത്രിയെ വിളിച്ചില്ല എന്ന് പറഞ്ഞാല് അതെങ്ങനെ പിന്നെ മാമനും മരുമോനും ഒക്കെ ആവും? കുടുംബകഥ എങ്ങനെയാവും? അതൊരു സ്റ്റേറ്റ് അല്ലേ, സ്റ്റേറ്റിൽ വരുന്ന മിനിസ്റ്റർ അല്ലേ, അത് ഒരു ഗവൺമെന്റ് ഒഫീഷ്യൽസ് അല്ലേ. ഗവൺമെന്റ് ഒഫീഷ്യലിനെ വിളിക്കാത്തത് എന്താണ്? ഇത് പിന്നെ ആ പെരുമ്പട പാലത്തിന്റെ വിഷയത്തിൽ ഇവർ ചിലപ്പം BJP നേതാക്കളെ വിളിക്കാത്തതിനുള്ള പക കിട്ടിയതായിരിക്കും. പക്ഷേ അതിന് അവര് BJP നേതാക്കളെ ആരും വിളിച്ചില്ലെന്ന് നമുക്കറിയില്ല. പക്ഷെ അതൊന്നും ഗവൺമെന്റ് ഒഫീഷ്യൽസ് അല്ലേ. പക്ഷെ കേരള ഗവൺമെന്റിന്റെ സ്റ്റേറ്റിന്റെ ക്യാബിനറ്റ് റാങ്കിലുള്ള ഒരു മിനിസ്റ്റർ, അതും ടൂറിസവും PWDയും കൈകാര്യം ചെയ്യുന്ന ഒരു മിനിസ്റ്ററിനെ ഈ ഒരു ചടങ്ങിൽ വിളിച്ചില്ല എന്ന് പറഞ്ഞാൽ അത് എന്ത് അന്യായമാണ്? ഇതാണ് ഒരു കേന്ദ്രത്തിലിരിക്കുന്ന ഒരു സർക്കാർ ചെയ്യേണ്ട കാര്യം.